നായരെ നേരെ സന്ധ്യ കയറായി ഹാജാരെ എന്ന് വെച്ച് നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ പിന്നെ എന്താ ചെയ്യാ? കണ്ടോ മേനോമാഷ വീട് വരെ നടക്കാൻ നിങ്ങൾക്ക് ഒക്കോ നായരെ? അതുകൊണ്ട് എന്ത് പ്രയോജനം? ചിലപ്പോ ഓന്റെ അമ്മ ഓനെ പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലോ? അത് ശരിയാ. എന്നെ ഒട്ടും താമസിക്കേണ്ട, കയ്യോടെ പിടിച്ചോണ്ട് വരാം. പണ്ടുള്ളൊരു വിവരം അറിയണ്ട. ഞാനൊരു അക്ഷരം പറയും. വേഗം ഓടി ചെല്ലേ. ഓടി. കേശവാ ഒന്ന് ഞങ്ങൾ വേഗം അങ്ങനെ എത്തിച്ചേ. ഒന്ന് വേഗാട്ടെ. ഒന്ന് വേഗാട്ടെ. നിങ്ങൾ കഴിക്കൂല അങ്ങോട്ട് കൊടുക്കും. അത്യാവശ്യം വേണ്ടത്. ഒന്ന് വേഗാട്ടെ, ഒന്ന് വേഗാട്ടെ. നേരെ അങ്ങനെ എത്തിക്കൂ. നേരെ നാരായണ എന്തായി? ഈ നാട്ടിലിനി ചെറിയ സ്ഥലമൊന്നുമില്ല. അന്വേഷിച്ച് പോയിട്ട് അക്കരയ്ക്ക്. മുഹൂർത്തത്തിന്റെ അധികം സമയമൊന്നുമില്ലല്ലോ. എനിക്കും അതിന് പേടി. തനിക്കെന്താ തോന്നണത്? എനിക്ക് തോന്നില്ല അയാളെ കിട്ടുന്നു. ഇനിയിപ്പോ പറയാതിരുന്നിട്ടെന്താ കാര്യം? ഒന്നുമില്ല, മേനോമാഷ കാണുന്നില്ലേ? ഞങ്ങൾ രാജ്യം മുഴുവൻ അന്വേഷിച്ച് നടന്നില്ലേ? അയാൾ എവിടെ മുന്നിൽ എനിക്ക് തോന്നുന്നത്. കല്യാണം നടക്കില്ലേ? കല്യാണം നടക്കില്ല. അയാൾ പറ്റിയില്ലെന്നാണ് എന്റെ വരുമാനം. വീട്ടിൽ അന്വേഷിച്ചു, എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. ഇരിക്കട്ടെ. എന്താ പിന്നെ വന്നത്? എന്റെ മാനം കാട്ടുകൊണ്ട് പറയാൻ പറ്റുന്നതാ. ഞാനെന്താ നിങ്ങളുടെ മാനം പാട്ടത്തിനെടുത്തിരിക്കുകയാണോ? അയ്യോ അതല്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മോനെ ഒന്ന് തുറന്നു പിടി. മോന്റെ കല്യാണമാണെന്ന്. എന്താ നിങ്ങൾ ഇങ്ങനെ കിടന്ന് തിരക്കണ മാപ്പിളെ? എന്ത് വിരോധം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. ഇക്കാര്യത്തിൽ മാത്രം നിങ്ങൾ വാശി പിടിക്കരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ മോനെ ഒന്ന് തുറന്നു വിടണം. ഇവിടെ മോനുമില്ല, മരുമോനുമില്ല. എന്റെ മോനെ ജന്മം നിങ്ങൾ പാഴാക്കരുത്. എന്റെ മോനെ നിങ്ങളല്ലേ വെച്ചിരിക്കാൻ നോക്കിയത്? വിഷയമൊക്കെ പിന്നെ പറയാ. നിങ്ങൾ മാഷ പൂട്ടിയിട്ട മുറിയുടെ താക്കോൽ ഇങ്ങനെ തരി. മാഷേ, അയ്യപ്പൻ നായർ ആദ്യം വന്നിട്ടുണ്ട്. ഇവിടെ ആരെയും പൂട്ടിയിട്ടിട്ടില്ല. എന്റെ വാക്ക് കേൾക്കാതെ അവൻ കല്യാണത്തിന് സമ്മതിച്ചാൽ അങ്ങനെ ഒരു മോൻ എനിക്കില്ലെന്ന് ഞാൻ വിചാരിക്കും. അവന്റെ സ്ഥാനം ആ പടിക്ക് പുറത്താ. അല്ലാതെ നിങ്ങളെ പേടിച്ച് അവനെ പൂട്ടിയിടേണ്ട കാര്യമൊന്നും എനിക്കില്ല. അപ്പൊ എവിടെ ഇല്ലേ ഹാജര്? രണ്ടെണ്ണം കടന്നു പോകുന്നുണ്ടോ അതോ ഞാൻ ചൂടെടുക്കണോ? ചൂടിന്റെ കാര്യം കളാ. അത് നമ്മുടെ വീട്ടിലും കാണും. നടക്കാരെ ഇവിടെ പോയി. പോയ കാര്യം എന്തായി? അയാളുടെ പൊടി പോലെ ഈ ദുനിയാവിൽ എങ്ങുമില്ല. നാളെ കെട്ടത് മിച്ചം. അതെന്താ? വിശേഷിച്ചൊന്നുമില്ല. ആ തള്ള ചൂലെടുക്കുമെന്ന് പറഞ്ഞു. കൊല്ലായിരുന്നില്ലേ അതിനെ? നിങ്ങളിങ്ങനെ തലയും താഴ്ത്തിയിരുന്നാലും കാട്ടുകാരുണ്ട് നാളെ വരുന്നതിനേക്കാൾ ചാവുന്നതാ ഭേദം. മാണവേ, നിങ്ങൾ അകത്ത് പോകൂ. അകത്ത് പോകാനാ പറഞ്ഞത്. അധികാരി ഞങ്ങളെ രക്ഷിക്കണം. ഈ കല്യാണം നടക്കാതിരുത്താൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല.
ആ മേനോ ഇനി വരുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ തീരുമാനിച്ച മുഹൂർത്തത്തിൽ ഈ പന്തലിൽ വെച്ച് അമ്മുവിന്റെ കല്യാണം നടക്കണം. അത്രയല്ലേ അയ്യപ്പൻ നായർക്ക് വേണ്ടു? വേണ്ടു. എന്നാ അത് ഞാൻ നടത്തും. അപ്പുണ്ണി, എന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഒന്നവിടെ വരും. അപ്പുണ്ണി ഇരിക്കൂ. ഇരിക്കുമോനെ? ഇരിക്കണുള്ളൂ. നടന്നതൊക്കെ കേട്ടല്ലോ അല്ലേ? കേട്ടു. നീ ഇപ്പൊ എന്താ കണ്ടിരിക്കണേ? ഞാൻ എന്താ വേണ്ടേ? എന്നാൽ നീയാണ് വരൻ. എന്നെ കാണാനില്ലെങ്കിൽ പകരം നിൽക്കാൻ ഞാൻ അല്ലേ? അയ്യപ്പൻ നായർ കാണിച്ചത് എണ്ണിത്തരവാ. നല്ല ഒന്നാം തരം ചെക്കൻ വീട്ടിലുള്ളപ്പോ ഒരിത്തിരി കാശ് കൂടുതലുണ്ടെന്നും പറഞ്ഞ് മറ്റൊരുത്തന്റെ പിന്നാലെ പോവാന്ന് വെച്ചാൽ തെണ്ടിത്തരാ. പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും ദൈവം എന്നൊരാൾ മുകളിലിരിപ്പുണ്ട്. അമ്മു അപ്പുണ്ണിക്കാന്നാ ദൈവനിശ്ചയം. അതാരെ കൊണ്ടെങ്കിലും തടുക്കാനാവും അപ്പുണ്ണി? എനിക്ക് കല്യാണമേ വേണ്ട. സമ്മതിച്ചു. പക്ഷെ അമ്മ നിന്റെ ആരാ? അമ്മാവന്റെ മകളല്ലേ? അവളുടെ കല്യാണം മുഹൂർത്തത്തിന് ആള് വന്നില്ല എന്നുള്ള കാരണം കൊണ്ട് നടക്കാതെ പോയാൽ അതിന്റെ പേര് ദോഷം ആർക്കാ? തറവാടിനല്ലേ? ഇവിടെ ഇപ്പൊ ആരാ തറവാടി? അപ്പുണ്ണിയല്ലേ? അപ്പൊ തറവാടിന്റെ മാനം കാക്കേണ്ടത് നീയാ. നീ ഇരിക്കേ പറയട്ടെ. അയ്യപ്പൻ നായരല്ല, ഇനി അപ്പുണ്ണി നായരാ പേരാറ്റി പടവിട്ട് നോക്കേണ്ടത്. നാലാള് പറയട്ടെ അമ്മാവൻ ചെറ്റയും മരുവൻ അന്തസ്സുള്ളവനാണ്. മോനെ, ഇപ്പൊ നീയും നിന്റെ അമ്മാവനെ പോലെ മണ്ടത്തരം കാണിച്ചാല് നാളെ ഊണ് പെരുവയിലാണ്. അമ്മൂന് നാട്ടുകാർ കളിയാക്കുന്നത് കാണാനുള്ള ചങ്കുറപ്പ് നിനക്കുണ്ടോ അപ്പുണ്ണി? ഉണ്ടോ? എത്രയായാലും ഓളുടെ ഉള്ളിന്റെ ഉള്ളിൽ നീയ. അത് ഞമ്മക്കറിയാം. അല്ലെങ്കിൽ പടച്ചോൻ ഇങ്ങനെയൊന്നും വരുത്തൂല. അവക്കാ മേന്മയായിരുന്നില്ല ഇഷ്ടം. അതൊക്കെ വെറും കുട്ടിക്കളിയല്ലേ പുണ്ണി? പിന്നെ കുറെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയത്. ബാക്കി ദേ ഈ നിൽക്കുന്ന നിന്റെ അമ്മാവന്റെ അത്യാഗ്രഹവും. ഓർമ്മ വെച്ച കാലം പോലെ അമ്മ നിന്റെ അല്ലേ പുണ്ണി? ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല, സ്വയം അറിഞ്ഞു ചെയ്യേണ്ടതാ. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. വടവാജിയൻ നമ്മുടെ തറവാടിന്റെ മാനം കാക്കത്തുണ്ട്. അല്ല പോന്നോ? അമ്മാവൻ കരയണ്ട. പപ്പടം പോയാൽ ഇത് മോനാണ്. നോക്കി വളർന്ന
ഇതും കൂടി മാറ്റി വെക്ക്. അല്ല സംഭാരത്തിന് ഉപ്പ് മതിയോ നോക്ക്, സംഭാരത്തിന് ഉപ്പ് മതിയോ നോക്ക്, എന്നിട്ട് വേണം വിളമ്പാൻ. അല്ല നീ നമ്മൾ എന്നാ ഞങ്ങൾ വരാം. അടക്കാൻ അപ്പൊ 2 വർഷമായി. പുഴകളല്ലേ? പിന്നെ കാണാം. ശരി. സത്യ ഗംഭീരായി പറയാതിരിക്കാൻ പറ്റില്ല. ആ കാര്യത്തിന് നായരെ നമ്മൾ സമ്മതിച്ചിരിക്കും. താലി കെട്ടിട്ട് തരുമ്പോൾ അയ്യപ്പൻ നായരുടെ വെപ്രാളൊന്നും കാണേണ്ടതായിരുന്നു. പടനായരുടെ ശൗര്യം നമ്മൾ കണ്ടേ. അപ്പുണ്ണിയവിടെ കെട്ടി കഴിഞ്ഞ ശേഷം കണ്ടില്ലല്ലോ. അവര് മലവറക്കകത്ത് ഒരു ബാധ അടച്ചില്ലേന്ന്. ഇത്രയോ കാര്യം കഴിഞ്ഞില്ല. ഇനിയെന്തിനാ താമസിക്കുന്നത്? വീട്ടിൽ കണ്ട് കിളി ഇന്നും പറന്നു പോകുന്നു പേടിച്ചിട്ടാവും. കിളി കൂട്ടിലായില്ല ആചാരെ, ഇനി എങ്ങോട്ട് പറക്കാനാ? അത് തന്നെ. ആരാ സദ്യ കഴിഞ്ഞിട്ട് വരുന്നത്? പെട്രോൾ ഒക്കെ ആയിട്ട് ആരാ? വരുമ്പത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മള് വേദനിച്ചല്ലേ? എങ്ങോട്ടാ? അമ്മ പോയില്ലേ? അമ്മയോ? ഇവിടെ അമ്മയുമില്ല അച്ഛനുമില്ല. അവിടെ നിൽക്കാതെ എന്താ അയ്യപ്പനാരി പറയണത്? ആളുകളെ അമ്മനിക്ക് അപമാനിക്കുന്നതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് ഭേദം. എടോ എന്നെ ദേഹത്താരെങ്കിലും കൈവയ്ക്കുന്നതിന് മുമ്പ് സ്ഥലം വിടാൻ നോക്കുക. എവിടെയായിരുന്നു മാഷെ നിങ്ങള്? ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു വെടുപ്പായി കഴിഞ്ഞു. അമ്മൂന്റെ കഴുത്തിൽ അപ്പുണ്ണി താലി കെട്ടി. കെട്ടി ചതിച്ചോ? നിങ്ങളെ ഒരു ദിക്കിനും കാണണ്ടാവും. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് മാനം കാക്കണം. അപ്പം ഒരു കാത്തു. നിങ്ങളൊക്കെ കോണോട് തവണങ്ങളെന്ന് പറഞ്ഞ് നടക്കണേന്തിനാ? മുഹൂർത്തത്തിന് പന്തലിൽ വരാതെ എങ്ങാണ്ട് പോയി ഒളിച്ചിരിക്കുന്നതാണ് ആണത്വം. അതിന് കാരണമുണ്ട്. എന്ത് കാരണം? മുഹൂർത്തത്തിന് പന്തലിലെത്തി കെട്ടിത്തുണിച്ചാവുന്ന അമ്മ പറഞ്ഞിരുന്നു. പറഞ്ഞ പോലെ ഇരുന്ന അമ്മ. ആകെ കൂടിയുള്ള ഒരു അമ്മ ആത്മഹത്യ ചെയ്തത് ആരാ നോക്കി നിൽക്കുക? അപ്പൊ മേനോൻ പറഞ്ഞു നമുക്കൊരു ബുദ്ധി ചെയ്യാന്ന്. ആരോടും മിണ്ടാതെ സ്വല്പം ഒന്ന് മാറി നിൽക്കുക. മുഹൂർത്തത്തിന് അമ്മ പന്തലിൽ വരും, മകനെ കാണാതെ സന്തോഷമായിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്താന്ന്. എന്നാണ് വിവരം നിങ്ങളൊന്ന് അറിയിക്കണ്ടേ? നിങ്ങളറിഞ്ഞ എങ്ങനെയെങ്കിലും ആ വിവരം അമ്മയുടെ ചെവിയിലെത്തും. അതുകൊണ്ട് മിണ്ടായിരുന്നതാ. ഇതൊക്കെ ഒരു കാരണമാണോ മാഷെ? പറഞ്ഞ നാലാള് വിശ്വസിക്കോ? അല്ല മേന്റെ അമ്മയോടുള്ള പേടിയാണോ കല്യാണത്തെക്കാൾ വലുത്? അമ്മ പറയുന്നത് വിട്ട് ഒരടി നടക്കാത്തവനാ മേനോൻ. അങ്ങനെ വളർന്നവരുടെ മനഃശാസ്ത്രം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കല്യാണം കഴിച്ച പെണ്ണ് നാളെ ഉപേക്ഷിക്കണമെന്ന് അമ്മ പറഞ്ഞാലോ? ചിലപ്പോ അതും ജീവിതം വരും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കല്യാണം കഴിക്കാനുള്ള യോഗ്യതയില്ല. അയ്യപ്പൻ നായരെ താൻ ഭാഗ്യവാനാ. ഒന്നുമില്ല തന്റെ ഉള്ള ചെക്കനാണല്ലോ ആ പുണ്ണി. ഇയാളെ പോലെ നട്ടലില്ലാത്തവർക്ക് പെണ്ണിനെ പിടിച്ചു കൊടുക്കാൻ നന്നായി. ഇനി ഞങ്ങൾ മുഹൂർത്തത്തിന് വരാൻ താമസിച്ചു നോക്കി. നിങ്ങൾ അമ്മയുടെ വേറെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് നാമമാനമുള്ളവരാണ്. എന്താ മേലിനെ നിങ്ങളുടെ അതിബുദ്ധിയുണ്ടായ മാനക്കേടൊന്നും പോരെ. ഇനി ഒരു മിനിറ്റ് ഞങ്ങൾ നിൽക്കില്ല. വളം അവരെ അടിച്ചു ഓടിക്കുന്നവരെ തയ്യാറ് നിൽക്കും. മേനോൻ എന്താ നിൽക്കുന്നത്? പൊക്കൂടെ. പുള്ളി എന്നെ താലി കിട്ടിയത് നിങ്ങളെന്നെ പറഞ്ഞു നോക്കിയാൽ. അപ്പൊ മൊഴി ചൊല്ലി വീണ്ടും കെട്ടാനാ? താൻ ഇപ്പോഴും തയ്യാറാണെന്ന് അർത്ഥം അല്ലേ? കേട്ടില്ലേ അയ്യപ്പൻ നായരെ? കേട്ടു. അപ്പുണ്ണിയോട് അധികാരി ഒന്ന് ഈ അപ്പുണ്ണിയുടെ കാല് പിടിക്കാൻ ആ നാറ്റപ്പണിക്ക് എന്നെ കിട്ടില്ല. ഒരു പടനായ ആചാര് ഇതിനേക്കാളെ വേണം തനിക്കിതേ. ഈ പണി നടത്തിയല്ലോടെ നല്ലത്.
അപ്പുണ്ണി അപ്പുണ്ണി നീ വാതിലൊന്ന് തുറക്ക്. വാതിൽ തുറക്കണ മോനെ. മനസ്സില്ല. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട, അവൻ വന്നല്ലേ കേട്ടു. ഞാൻ ലഹള. തറവാടിന്റെ മാനം കാക്കപ്പുണ്ണി. താലി കെട്ടിട്ട് ഇത്ര നേരം ആയിരുന്നു. അമ്മാവ് പറയട്ടെ, നീ വാതിൽ തുറക്കേ. ആണുങ്ങളായ വാക്കിന് വില വേണം. കടന്നു പോകാൻ പറയച്ചാ.